മാലിന്യം നിറഞ്ഞ് പുഴുവരിച്ച് ചങ്ങനാശ്ശേരി പെരുന്ന നമ്പർ 2 ബസ് സ്റ്റാൻഡ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയും മാലിന്യം കുന്നുകൂടിയും ജനങ്ങൾ ദുരിതത്തിലാണ്. ചങ്ങനാശ്ശേരി നഗരസഭയുടെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിനെ കൈയൊഴിയുകയാണ് അധികൃതർ. ഇതൊരു ഡംപിംഗ് യാർഡല്ല, ഓടയുമല്ല. ചങ്ങനാശ്ശേരി നഗരസഭയുടെ ബസ് സ്റ്റാൻഡാണ്. പെരുന്ന നമ്പർ 2 ബസ് സ്റ്റാൻഡ്. ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്താതെ ഇങ്ങോട്ട് ആർക്കും കടക്കാനാവില്ല. ആയിരക്കണക്കിന് സാധാരണക്കാർ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിൽ മാലിന്യങ്ങളിൽ നിന്ന് പുഴുവരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ്. മഴ പെയ്താൽ മാലിന്യങ്ങൾ മുഴുവൻ അങ്ങിങ്ങായി പരക്കും. ശൗചാലയങ്ങൾ ഉപയോഗശൂന്യമായതിനാൽ സ്ത്രീകളടക്കമുള്ളവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ സമീപത്തെ സ്ഥാപനങ്ങളെയും വീടുകളെയുമാണ് ആശ്രയിക്കുന്നത്. കാത്തിരിപ്പിനുള്ള കസേരകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ഇവിടെ വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ജനങ്ങൾക്ക് മൂത്രശങ്കയോ ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ അയൽവക്കത്തെ വീടുകളോ ക്ഷേത്രങ്ങളോ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബാത്റൂം ഉപയോഗിക്കേണ്ട ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഏകദേശം 1,00,000 രൂപയ്ക്കുള്ള വാടക മേടിക്കുന്ന ഹാളാണ്, AC ഹാളാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ളത്. അതിനോട് ചേർന്നുള്ള ലാട്രിൻ സംവിധാനം പൂട്ടിയിട്ടിട്ട് 6 മാസമായി. നടപടിയെടുക്കേണ്ട നഗരസഭ ബസ് സ്റ്റാൻഡിനെ കൈയൊഴിഞ്ഞ മട്ടാണ്. ചങ്ങനാശ്ശേരി നഗരസഭ ഭരിക്കുന്നത് LDF ആണ്. ആരോഗ്യ സ്ഥിരം സമിതിയാകട്ടെ UDF-ഉം. ഇരുവരും പരസ്പരം രാഷ്ട്രീയം കളിച്ച് ജനങ്ങളെ ദുരിതത്തിലേക്കും പകർച്ചവ്യാധിയിലേക്കും തള്ളിവിടുന്നു എന്നാണ് ആരോപണം. ഈ നിഷ്ക്രിയത്വത്തിനെതിരെ സമര പരിപാടികൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് BJP. ജനം, കോട്ടയം.